പവർ ഗ്രൂപ്പ് 15 പേരടങ്ങുന്ന പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നുണ്ട്. ആരാണ് ഈ പവർ ഗ്രൂപ്പ്, ആരൊക്കെയാണ് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയാൻ ആരുടെയും നാക്കോ വായോ പൊങ്ങുന്നില്ല. പകരം എന്തോ അജ്ഞാത വസ്തു എന്നുള്ളൊരു നിലയ്ക്ക് ആരെയൊക്കെയോ ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് തോന്നുന്നു. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ സാധാരണക്കാരായ ആൾക്കാർ ഊഹിച്ചെടുക്കണോ ഇതാരൊക്കെയാ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം നടക്കുന്ന ചർച്ചകളാണ് ഇത്തരം ഒരു ഗ്രൂപ്പിനെക്കുറിച്ചും അവരുടെ ഒരു ശക്തി പ്രവാഹത്തെക്കുറിച്ചും. പക്ഷെ അവർ ആരാണ് എന്താണ് എന്ന് പറയാത്തിടത്തോളം ഇങ്ങനെ ഒരു കേസ് മുന്നോട്ടേക്ക് എത്രമാത്രം വാലിഡാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോഴത്തെ ന്യൂസ് ചാനലുകളിലെല്ലാം ചർച്ച ഹേമ കമ്മിറ്റി, സിനിമാക്കാർ, അതിൻ്റെ അകത്ത് ഭയങ്കരമായ സെക്ഷൽ ആയിട്ടുള്ള വിഷയങ്ങളുണ്ടായ കേസുകൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുന്നത്. നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ഇന്നലെ ഇന്നുമായിട്ട് നമ്മൾ ഇതാണ്. ഈ ഒരു സമയത്ത് ന്യൂസിന് എന്താ പറയുക, വാല്യൂ ഉള്ളത് ഈ ഒരു കാര്യത്തിനാണ്. നമ്മുടെ എത്രയോ സഹോദരന്മാരും സഹോദരിമാരുമാണ് വയനാട്ടിലെ ദുരന്തത്തിൽ എന്താ പറയുന്നത് നഷ്ടപ്പെട്ടത്. അവർക്ക് അവരുടെ ഒരു റീഹാബിലിറ്റേഷൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതിന് പകരം ഈ കാര്യമാണ് ഇപ്പോൾ എല്ലാ ന്യൂസ് ചാനലുകാരും എടുത്തിരുന്നത്. അവർക്ക് വേണ്ടത് റേറ്റിംഗ് ആണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് 4 ദിവസത്തേന് കാണും, അല്ലെങ്കിൽ അത് കഴിയുമ്പോഴത്തേക്ക് അത് കെട്ടടങ്ങും. അത് കഴിയുമ്പോൾ അടുത്ത കേസ് വരും, അതിൻ്റെ പുറകെ പോകും. നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ന്യൂസും കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നവരെ പൊട്ടന്മാരാക്കുന്ന ഒരു പരിപാടിയാണ്. ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയായിട്ട് എന്തെങ്കിലും രീതിയിൽ അന്വേഷണങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് സർക്കാർ തലത്തിലോ അല്ല അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ഒക്കെ വേണം അത് നടത്താൻ. അത് അങ്ങനെയാണ് പോകേണ്ടത്. പകരം നമ്മളെ സാധാരണക്കാരായ ആൾക്കാർ അവിടെ വീട്ടിലിരുന്നോ അല്ലെങ്കിൽ പറമ്പിലിരുന്നോ, പറമ്പിൽ പണിയുന്നതിൻ്റെ ഇടയ്ക്കോ, അല്ലെങ്കിൽ ഈ പറയുന്ന കടകളിലിരുന്ന് കാപ്പി കുടിക്കുമ്പോഴോ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഒന്നും അറിയാൻ മേലാത്ത വിഷയത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ ഭയങ്കരമായ ഇഷ്ടമാണ്. 235 പേജ് അടങ്ങുന്ന ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ആരെങ്കിലും എത്ര പേര് വായിച്ചിട്ടുണ്ടാവും? ഇതിനകത്ത് എവിടെയോ ആരോ അയാളൊക്കെ പറയുന്നത് കേട്ടു കടടച്ച് വെടിവെക്കുന്നു എന്നുള്ളതല്ലാതെ ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ആ ഒരു അതിൽ പഴയകാലമല്ല, ഇപ്പോൾ ഉള്ള നടിമാരാകട്ടെ, പഴയ നടിമാരാകട്ടെ, ആരൊക്കെയോ അവർ പറയുന്നുണ്ട് അവർക്ക് ഇന്നപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഇനി മുന്നോട്ടേക്ക് അത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സംവിധാനങ്ങൾ ചെയ്യണം. അതുമാത്രമല്ല, ബുദ്ധിമുട്ട് വെച്ചിട്ടുള്ളവരെ ധൈര്യം ഉണ്ടെങ്കിൽ മുന്നോട്ടേക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്ന് ഞാൻ എടുത്തു പറയുന്നതിൻ്റെ കാരണം, ധൈര്യം ഉണ്ടെങ്കിൽ അവരെ ചൂണ്ടിക്കാട്ടി അവർക്ക് വേണ്ട നിയമത്തിന് മുന്നിൽ വരാനുള്ള സാധ്യതകൾ പറയട്ടെ. ഇതിന് പകരം ഇത്രയും പേജ് നിറയെ 235 പേജിൻ്റെ റിപ്പോർട്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ അവരത് ചെയ്തിട്ട്, പക്ഷേ ഇതിൻ്റെ അകത്ത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് പറയാനായിട്ടുള്ള ഒരു തൻ്റെ ഇടവോ ധൈര്യമോ ഇല്ലാത്തിടത്തോളം ഇങ്ങനെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് വാർത്താ ചാനലുകളിൽ ചുമ്മാ ചൂടുള്ള വാർത്തയായിട്ട് അവിടെ ഇവിടെയും പൊട്ടിപ്പൊളിഞ്ഞ് പോകൂ എന്നല്ലാതെ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഗുണമോ കാര്യമോ ഒന്നും ഉണ്ടാകത്തില്ല. ഓരോ ദിവസങ്ങളിൽ ഓരോ രീതിയിലുള്ള വാർത്തകളും കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പം എങ്ങനെയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ന്യൂസ് ചാനലുകളുടെ റേറ്റിംഗ് കൂടാനും അങ്ങനെയുള്ള കാര്യം, ഇതിനെപ്പറ്റി സിനിമയിലുള്ള മുതിർന്ന താരങ്ങളോടോ അല്ലെ സംഘടനയുള്ള ആൾക്കാരോടോ ചോദിക്കുമ്പോൾ അവർക്ക് പറയാനായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളോ ഒന്നുമില്ല. അവർ പഠിച്ചിട്ട് പറയാം എന്ന് പറയുന്നു. പക്ഷേ എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർ പലരും പറയുന്നു അവരുടെ പ്രയോറിറ്റി ഇപ്പോഴും അമ്മയുടെ ഒരു ഷോ നടക്കുന്നുണ്ട് അതിലാണെന്നുള്ളത് പറയുന്നത്. അവർ ആ ഷോ നടത്തുന്നത് എന്ത് വെച്ചാൽ അതിലെ ഫണ്ട് കൊണ്ട് പലരെയും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ആയിരിക്കും. പക്ഷേ എന്നാലും ഇത്രയും വലിയൊരു ഇഷ്യൂ നടക്കുമ്പോഴും, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഇഷ്യൂ ചൂടുള്ള വാർത്തയായിട്ട് മറ്റേ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം കത്തി നിൽക്കുന്ന സമയത്ത് അവർ വളരെ വളരെ ലാഘവത്തോടെ എന്ന് പറയുന്നില്ല, അവരവരുടെ കലാകാരന്മാരാണ്, അവരവരുടെ ഷോയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പം നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് അന്വേഷിക്കാനും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് ഗവൺമെൻറ് ഒഫീഷ്യൽസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അത് അന്വേഷിച്ച് അതിന് നേരായിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാത്ത പക്ഷം ഇത് അവിടെ ഇവിടെയും കുറച്ച് ദിവസത്തേന് വാർത്തയായിട്ട് പൊട്ടിപ്പൊളിഞ്ഞിച്ച് നാളെ നമ്മൾ വീണ്ടും സിനിമ കാണും, കൈയടിക്കും, ആർപ്പ് വിളിക്കും, അത്രയൊക്കെ സംഭവിക്കാൻ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ ഇതിന് ആരുടെയൊക്കെയാണോ പേര് പറയാനുള്ളത് അത് വ്യക്തമായിട്ട് പേര് പറയണം, അതിനുള്ള തൻ്റെ ഇടം കാണിക്കണം.